ഹായ് ഗൈസ്, കുറച്ച് പിസ്താഷ്യൽസ് ഉണ്ടാക്കാൻ എന്നാ നമുക്കൊരു അടിപൊളി ഡ്രസ് ഡെക്കർ ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് കുറേ പിസ്താഷ്യൽസ് ഒന്നും വേണ്ട, കുറച്ച് പിസ്താഷ്യൽസ് മാത്രം മതി. പിന്നെ ഒരു ഈർക്കിൽ കഷ്ണം കൂടി കേട്ടോ. ഈർക്കിലില്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ പിസ്താഷ്യൽസിന് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. വെച്ചാൽ 3 ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കണം. ഒരു ഗ്രൂപ്പിൽ 3 വെച്ചിട്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ 3 ഫ്ലവറിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഡിവൈഡ് ചെയ്തതാണ്. ഡിവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം ഈർക്കിൽ കഷ്ണം എടുത്തിട്ട് ഒരു കുഞ്ഞ് പീസായി കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം കട്ട് ചെയ്തതൊന്നും വലുതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുഞ്ഞതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ലാവൻഡർ, യെല്ലോ, പിങ്ക് കളേഴ്സ് വെച്ചിട്ട് ഓരോരോ ഗ്രൂപ്പിനും ഓരോരോ കളർ അടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കളർ കൊടുക്കുന്നത് ആക്ലറിക് പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ എല്ലാത്തിനെയും ഇതുപോലെ നല്ല വൃത്തിക്ക് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ഈർക്കൽ കഷ്ണം എടുത്തിട്ട് ഗ്രീൻ പേപ്പറിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് യൂസ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എന്താക്കാം, കുറച്ച് ക്ലേ ഒന്ന് ബോൾ പോലെ ആക്കിയിട്ട് ലോലിപോപ്പ് മാതിരി മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫെവിക്കോൾ ആണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാന്നുണ്ട് ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമുക്കിതുപോലെ മറ്റേ ഷെല്ലിൻ്റെ അകത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നടുക്ക് ചെറിയ ഗ്യാപ്പ് വിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ 3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലാവൻഡറും യെല്ലോവും പിങ്കും. പക്ഷേ പിങ്ക് ഉണ്ടാക്കുമ്പോൾ പിങ്കിന് എന്തോ ചെറിയ ഒടിവ് പറ്റിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് ഇടാനുള്ളൊരു പോട്ട് വേണം. പോട്ട് എടുക്കുമ്പോൾ ഇതാ കുഞ്ഞി ഹോളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, ആ ബോട്ടിലിനൊന്ന് ഹാഫായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു യെല്ലോ കളർ വെച്ച് അതിനെ റാപ്പ് ചെയ്യുക. കാരണം കുറച്ച് അട്രാക്റ്റീവ് കളർ ആണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ പോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് തിന്നായിട്ടുള്ള ലീഫില്ലേ, നീളത്തിലുള്ള 3 കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 3 ഫ്ലവേഴ്സിനായിട്ട് ഓരോരോ ലീഫ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ പോട്ടിലേക്ക് ഫ്ലവർ ഇടുന്നതിന് മുന്നേ കുറച്ച് ക്ലേ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അതാകുമ്പം അത് നല്ലോണം അവിടെ ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ കുറച്ച് ക്ലേ നമുക്ക് ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്ലേ ഫില്ലാക്കി കൊടുത്തിട്ട് ഒരു കഷ്ണം ഈർക്കിൽ ഭാഗം കാണുന്ന പോലെ ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുത്തി വെച്ചെടുക്കുക. അതാകുമ്പോൾ അവിടെ നല്ലോണം ഫിക്സ് ആയിട്ട് ഇരുന്നോളും, അനങ്ങി കളിക്കൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ബാക്കി 2 കൂടി അതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ റിസൾട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തോ.